ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എന്തുകൊണ്ട് രേണുസുതി എന്ന് പറയുന്ന തന്റെ വളർത്തമ്മയെ താൻ കാണാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ വിശദീകരണവുമായിട്ട് അവസാനം കിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അയാൾ ഒരു 5 സെക്കൻഡിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ ഇപ്രകാരമായിരുന്നു: എന്തായാലും പോകുവാൻ തീരുമാനിച്ച് വിഷമമുള്ളവരുടെ വിഷമം അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസം കലർന്ന വീഡിയോ ആയിരുന്നു അത്. രേണുവിനെ കാണാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോ എടുത്തു വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ള കുറേ അധികം ആളുകൾ കിച്ചുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. എന്നാലും അങ്ങനെ വിമർശിച്ച ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള മറുപടിയുമായി കിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം 2 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബേഴ്സും രേണുസുതിയോട് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കിച്ചു രേണുവിൽ നിന്ന് അകന്നത്. അതായത് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഉൾപ്പെടെ ലീക്ക് ഔട്ടായി പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും രേണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 2 കുട്ടികൾ വളർന്നു വരുന്നുണ്ട്, കിച്ചുവിനെ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ മകൻ ഋതപ്പൻ ഉൾപ്പെടെ വളർന്നു വരുന്നുണ്ട്, അവന്റെ ഭാവി ജീവിതത്തെ ഇത് ബാധിക്കും, നാളെ അവർ നിങ്ങളെ തള്ളിപ്പറയുമെന്ന് വരെ രേണുവിനെ ഞങ്ങൾ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രേണു അന്നൊന്നും അത് ചെവിക്കൊണ്ടില്ല. അവർക്ക് പണം മാത്രം മതിയായിരുന്നു. എന്തായാലും രേണുസുതിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവ് വീഡിയോ ലീക്കായി വന്നത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോ ലീക്ക് ഔട്ടായി പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, അതാണ് ഞാൻ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അവർ വിശദീകരണം നൽകിയത്. എന്നാലും ആ ഒരു വീഡിയോ കണ്ട ശേഷം കിച്ചു ആ ഒരു വീഡിയോ രേണുവിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് ചെയ്യല്, ഋതപ്പം വളർന്നു വരികയാണ്, അവന്റെ ഭാവിയെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ രേണു അതിന് കൊടുത്ത മറുപടി, ആരുടെ ഭാവിയെ ബാധിച്ചാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എനിക്ക് പണമാണ് വലുത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടും എന്ന് രേണു പറയുന്ന ചാറ്റ് സഹിതമാണ് കിച്ചു ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ അത് സംഭവിച്ചത് നിങ്ങളുടെ ഈ ഒരു മോശം അവസ്ഥയിലാണ് എന്നോർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. എന്നാലും കിച്ചുവിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. അല്ലാണ്ട് വാക്കില്ലാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല കിച്ചു, മനസ്സിലായ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ. സോ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ രേണുസുതിയും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട റീലുകൾ റീട്വീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പ്രകാരം രേണുസുതിയും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും കിച്ചു ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ശ്രദ്ധിച്ചത്. ഇതിനകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരുടെ നിർബന്ധ പ്രകാരം നീ പോകണ്ട, പകരം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഒന്നുമില്ലാലും നിന്നെ എടുത്തു വളർത്തിയ അമ്മയല്ലേ, നിന്റെ സ്വന്തം അമ്മ ഇട്ടിട്ട് പോയ സമയത്ത് പോലും നിന്നെ നോക്കിയൊരു സ്ത്രീയല്ലേ എന്ന് കിച്ചുവിനോട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു അവസരത്തിലെങ്കിലും അവരെ നീ ഒന്ന് കാണാൻ പോകണം. കാരണം രണ്ടാനമ്മമാരും മക്കളെ തല്ലിക്കൊല്ലുന്ന കാലഘട്ടത്തിൽ നിനക്ക് ഒരു നേരത്തെ അന്നം സ്നേഹത്തോടെ വിളമ്പിയ ഒരു സ്ത്രീയാണ് രേണു. അത് നീ മറക്കരുത്. അവരെന്ത് വേണേലും കാണിച്ചു കൊള്ളട്ടെ, പക്ഷെ നീ ഇപ്പോഴും ഒന്ന് ചെന്ന് അവരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിച്ചിട്ട് നീ തിരിച്ചു പോരുക. എത്രത്തോളം വെറുപ്പുണ്ടായാലും അതൊന്ന് അടക്കി വെച്ചിട്ട് അവരെ പോയി കണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് നീ തിരിച്ചു പോരുകയായിരുന്നെങ്കിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ട് അത് മാറുമായിരുന്നു. എന്തായാലും നിന്റെ ചിന്താഗതി വേറെ ആയിരിക്കാം. സോ അതിനകത്ത് ഇടപെടാണ്ട് ഞാൻ ആളല്ല. എന്തായാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കാണാം. ഈ ഒരു വിഷയത്തിൽ അധികം പ്രതികരിക്കാണ്ട് എനിക്ക് താല്പര്യമില്ല. കിച്ചുവിന് പറയാനുള്ളത് കാണുക. അതിനുശേഷം എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് പറയുന്ന അമ്മയുടെ വില,
അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയിട്ട് കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. സോ ഇതാണ് കിച്ചുവിന് പറയാനുള്ളത്. കർമ്മ ഇസ് ബൂമറാങ്. അത് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. രേണു പലപ്പോഴും തന്നിഷ്ടപ്രകാരം കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും സ്വന്തം മക്കൾക്ക് നാണക്കേടാകുമെന്ന് അവർ ഓർത്തില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഈ ഒരു മോശം സിറ്റുവേഷനിൽ പോയി കിച്ചു എന്ന് പറയുന്ന മകനെ അവരിൽ നിന്ന് അകറ്റിയത്. ഒരു പക്ഷേ കിച്ചുവിന് ഇതല്ലായിരുന്നു റീസൺ എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയെ പിന്തുണയ്ക്കില്ലായിരുന്നു. ഇതല്ലാതെ മറ്റൊരു റീസണാണ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കിച്ചുവിനെ വിമർശിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ തുണി ഉരിഞ്ഞ് കാണിക്കുന്ന ഓരോ ആളുകളും ഈ ഒരു അനുഭവം പാഠമാക്കി മനസ്സിൽ സൂക്ഷിക്കുക. നാളെ ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ സ്വന്തം മക്കൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അത് പറയുമ്പോൾ പലർക്കും പൊള്ളും. ഇപ്പോൾ നിങ്ങളുടെ മക്കൾ സൈലൻ്റ് ആയിരിക്കുന്നത് നോക്കണ്ട. നാളെ അവർക്കൊരു വിവാഹമോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ അമ്മ ഇത്തരക്കാരിയാണ്, അതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മകൾക്കൊരു ചെറുക്കനെ കിട്ടുന്നില്ല, ആ സിറ്റുവേഷൻ വരുമ്പോൾ സ്വന്തം മക്കൾ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടും. അത് നിമിഷ ബിജോ ഉൾപ്പെടെയുള്ള ആളുകൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ചാനലിനകത്ത് ഒരു കമൻറ്റ് കണ്ടു, നീ നിമിഷ ബിജോയെക്കുറിച്ച് എന്താണ് സംസാരിക്കാത്തത്? ഞാൻ അവരെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിനകത്ത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. ഈ പ്ലേലിസ്റ്റിനകത്ത് സബ്സ്ക്രിപ്ഷൻ എന്ന പേരിലും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ എന്ന പേരിലും തുണി ഊരി നാട്ടുകാരെ കാണിക്കുന്ന സകല അവളുമാരെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നാളെയും ചെയ്യാണ്ട് എൻ്റെ കണ്ടന്റ് ഇരിപ്പുണ്ട്. പക്ഷെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം ഇവരത് നിയന്ത്രിക്കാണ്ട് അവരുടെ കുടുംബത്തിനും സാധിക്കുന്നില്ല, അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തുകൊണ്ട് വന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ പേര് കഴിയും, ഇതെന്തിനാ ഇവിടെ കൊണ്ടിടുന്നത്? ഇവിടെ കൊണ്ടിടുന്നതിന് കാര്യമുണ്ട്. നാളെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു കുടുംബത്തിനും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടുകളൊന്ന് പരിശോധിച്ച് നോക്കണം. അതിനകത്തെല്ലാം തന്നെ കൊച്ചു കുട്ടികളാണ് അവരെ ഫോളോ ചെയ്യുന്നത്. 16, 17, 18, 19, 20, 25 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവരെ ഫോളോ ചെയ്യുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്നത്. എന്തായാലും രേണുവിന് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ കിട്ടിയ ഈ തിരിച്ചടി കുറച്ച് മുൻപായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒട്ടും സന്തോഷിക്കത്തില്ല. എന്തായാലും രേണുവിന് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനി നിങ്ങൾ ഈ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവറായി വരട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പല പരിപാടിയായിട്ടൊന്നും പോകരുത്. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കിച്ചുവേ നിങ്ങളിൽ നിന്ന് അകന്നിട്ടുള്ളൂ. നാളെ ഋതപ്പര് ഒരു പ്രായം എത്തുമ്പോൾ അവരും നിങ്ങൾക്കെതിരെ തിരിയും. അതുകൊണ്ട് തന്നെ ദൈവത്തെ വെറുത്ത് ഇനി ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ശരിയാണ്. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു, ഞാൻ ഒരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം.
ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വോളിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. അയച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണേലും ഇപ്പം മിക്ക പിള്ളേരാണേലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പം പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ.